വയനാട് കൽപ്പറ്റയിൽ പോലീസ് കസ്റ്റഡിയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 17-കാരൻ ഗോകുൽ മരിച്ച സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഡിവൈഎസ്പി സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, ഇതിന്റെ ഈ നടപടിക്രമങ്ങൾ അത് എങ്ങനെയാകും? റിപ്പോർട്ട് കൈമാറ്റം ഉൾപ്പെടെ ഇന്നലെയാണ് ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയത്. അനുജ, CBCID ഡിവൈഎസ്പി സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതല ഉള്ളത്. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള അന്വേഷണ സംഘം തയ്യാറാക്കിയ പ്രാഥമികമായ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇന്നലെ കോഴിക്കോട് നിന്നുള്ള ഫോറൻസിക് സർജനായിട്ടുള്ള ഡോക്ടർ PS സഞ്ജയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘം കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറി അടക്കം പരിശോധിക്കുന്ന നില ഉണ്ടായിരുന്നു. ഈ സംഭവത്തിൽ വകുപ്പുതല അന്വേഷണവും മജിസ്ട്രേറ്റ് അന്വേഷണവും സമാന്തരമായി ഇപ്പോൾ നടക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയതിന്റെ അത് ചിത്രീകരിച്ചിരുന്നു. അതിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങളടക്കം മനുഷ്യാവകാശ കമ്മീഷന് കൈമാറാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദനമേറ്റതായുള്ള അത്തരത്തിലുള്ള പ്രാഥമിക റിപ്പോർട്ടിൽ മർദ്ദനമേറ്റു എന്നുള്ള തരത്തിൽ ഒരു സ്ഥിരീകരണവുമില്ല. കാരണം മർദ്ദനമേറ്റല്ല, തൂങ്ങി മരണം തന്നെയാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്കാണ് ഗൂഗിളിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി അന്വേഷണം നടക്കേണ്ടത് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നാണ്. സ്വാഭാവികമായും ഇതിൽ ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെന്നുള്ളതായിരുന്നു SP-യുടെ റിപ്പോർട്ട്. അത് DIG കൈമാറിയിട്ടുണ്ട്. പക്ഷെ അതിന് മുകളിൽ ഇപ്പോൾ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. കൽപ്പറ്റയിൽ പോലീസ് കസ്റ്റഡിയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 17-കാരൻ മരിച്ച സംഭവത്തിലാണ് പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്.